ഈ നോർത്ത് അമേരിക്കയുടെ പല ഭാഗങ്ങളിലും മഞ്ഞുകാലമാകുമ്പോൾ അവിടുത്തെ നദിയിലെയും കടലിലെയും കായലിലെയും ഒക്കെ വെള്ളം ഐസായിട്ട് മാറും. ആ ഒരു സമയത്ത് അതിലെ സഞ്ചരിക്കുന്ന ട്രക്ക് ഡ്രൈവേഴ്സ് ഒക്കെ ആ ഐസിന്റെ മുകളിലൂടെ ടെമ്പററി ആയിട്ടുള്ള റോഡ് ഉണ്ടാക്കും. വെള്ളത്തിന്റെ മുകളിലായിട്ട് 30 ഇഞ്ച് കനത്തിലായിരിക്കും ഐസ് പിടിച്ചിട്ടുണ്ടായിരിക്കുക. അതിന്റെ മുകളിൽ കൂടെ ആയിരിക്കും ആ സമയത്ത് നല്ല ഹെവി ആയിട്ടുള്ള ട്രക്കുകളൊക്കെ പോവുക. ആ ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവർമാരൊക്കെ പറയുന്നത് അതൊരു സൂയിസൈഡ് മിഷൻ ആണെന്നാണ്. ഇങ്ങനെയുള്ള റോഡുകളാണ് ഐസ് റോഡ്സ്. ആദ്യം കാണിക്കുന്നത് നോർത്തേൺ മാനിറ്റോബയാണ്. അവിടെ കട്ക എന്നു പേരുള്ള ഒരു ഡയമണ്ട് മൈൻ ഉണ്ട്. അത്യാവശ്യം നല്ല വലുതാണ്. ഇന്നത്തെ ദിവസം രാവിലെ അവിടുത്തെ ജോലിക്കാരൊക്കെ ഡയമണ്ട് കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. 10-30 ജോലിക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് നടക്കുന്നതിനിടയിലാണ് അവരുടെ സൂപ്പർവൈസറായ റെനെ അങ്ങോട്ട് വരുന്നത്. അയാൾ വന്ന ഉടനെ തന്നെ അവിടെ ചെക്ക് ചെയ്യുന്നത് അവിടെ വെച്ചിരിക്കുന്ന ഒരു സെൻസറാണ്. ഈ സെൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ മൈനിന്റെ അകത്ത് മീഥേൻ ഗ്യാസ് ഉണ്ടായിരിക്കും. ഇവരിത് കുഴിച്ചെടുക്കുന്ന സമയത്ത് ആ മീഥേൻ ഗ്യാസ് ഉള്ള പോക്കറ്റ് എങ്ങാനും പൊട്ടിപ്പോവാണെങ്കിൽ അവിടെ മൊത്തം ആ ഗ്യാസ് നിറയും. പിന്നെ ഒരു സ്പാർക്ക് ഉണ്ടായാൽ മതി, അപ്പൊ തന്നെ അതൊക്കെ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഇങ്ങനെ ഈ ഗ്യാസ് സ്പ്രെഡ് ആവുന്നത് അറിയാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ആ സെൻസർ. ഇപ്പൊ അയാൾ അത് ഒന്ന് നോക്കുമ്പോൾ അത് ഓൺ ആക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ശരിക്കും ദേഷ്യമായി. അയാൾ ഉടനെ തന്നെ മാൻകിൻസ് എന്ന പേരിൽ ഒരു ജോലിക്കാരനെ വിളിച്ചു. നിങ്ങൾ എന്താണ് ഈ സെൻസർ ഓൺ ആക്കാത്തത് എന്നാണ് റെനെ ചോദിക്കുന്നത്. ഈ റെനെ ഇത് ചോദിച്ചത് കാര്യമായിട്ടാണ്. എന്നാൽ മാൻകിൻസ് അത് കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. അതിന്റെ ബാറ്ററി വല്ലതും തീർന്നായിരിക്കും എന്നാണ് മാൻകിൻസ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ എന്ത് സിമ്പിളായിട്ട് നീ അത് പറഞ്ഞു കഴിഞ്ഞു. ഈ സെൻസറിന്റെ ഉപയോഗം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ. ഇവിടേക്ക് എങ്ങാനും ഗ്യാസ് സ്പ്രെഡ് ആയി നിങ്ങൾ അത് എങ്ങനെയാണ് അറിയാൻ പോകുന്നത്? ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് റെനെ ആ സെൻസർ ഓൺ ആക്കുകയാണ്. ഇതേ സമയം തന്നെ അതിന്റെ താഴ്വാരത്തെ കൂടെ ഒരു ട്രക്ക് കടന്നു പോകുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു പൊട്ടിത്തെറി നടക്കുന്നത്. അതോടുകൂടെ അവിടുത്തെ മലയുടെ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ട് ആ ട്രക്ക് നേരെ താഴേക്ക് വീണു പോവാണ്. ഈ സമയം ആ മൈനിൽ നടന്ന പൊട്ടിത്തെറി അവരുടെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഈ കമ്പനിയുടെ GMഉം CEOയും കാണുന്നുണ്ട്. അവര് ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ ആ മൈനിനകത്തുള്ള ആൾക്കാരൊക്കെ വെപ്രാളത്തോടെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. 2-3 പേര് ആ മൈനിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ അവരൊക്കെ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് പെട്ടെന്ന് വീണ്ടും ഒരു പൊട്ടിത്തെറി നടക്കുന്നത്. അതോടുകൂടെ ആ മൈൻഡ് ഓപ്പണിംഗ് ഒക്കെ ബ്ലോക്കായി. ഇപ്പൊ അതിനകത്തുള്ള ബാക്കി ആൾക്കാർക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ ഇതിനകത്തുള്ള അവസ്ഥ എന്താണ് എന്ന കാര്യം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അവിടെ ഇത്രയും പേരുള്ളത് കൊണ്ട് വളരെ കുറച്ച് സമയത്തേക്ക് ഇവർക്കത്തുള്ളൂ. അതിനു മുമ്പ് അവിടെ ഒരു റെസ്ക്യൂ മിഷൻ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അതൊരു വലിയ ദുരന്തത്തിലായിരിക്കും കലാശിക്കുക. ഇനി കാണിക്കുന്ന ഇതിലെ ഹീറോ, ഇവന്റെ പേര് മൈക്ക് എന്നാണ്. നോർത്ത് ഡെക്കോട്ടയിലെ ഒരു ട്രക്ക് ഡ്രൈവറാണ് അവൻ. ഇന്നത്തെ ദിവസം അവൻ അവന്റെ കമ്പനിയിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ അവൻ അവന്റെ ഓഫീസിലേക്ക് കയറുന്ന സമയത്ത് അവിടുത്തെ കുറച്ച് ജോലിക്കാരൊക്കെ കൂടെ അവന്റെ അനിയനെ ഇട്ട് വട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ അനിയന്റെ പേര് ഗർട്ട് എന്നാണ്. കുറച്ചുകാലം മുമ്പ് അവൻ ആർമിയിലായിരുന്നു. എന്നാൽ ചെറിയൊരു പ്രശ്നം കാരണം അവന് വല്ലാത്തൊരു ട്രോമ ഉണ്ടായി. അതിനുശേഷം പിന്നീട് അവന്റെ മാനസിക നിലയ്ക്കൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്. അധികം ആരോടൊന്നും സംസാരിക്കത്തില്ല. പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ ഒരു അവസ്ഥയിലുള്ള ആളാണ് ഈ ഗർട്ട്. അവനെയാണ് അവിടെയുള്ള ആ ജോലിക്കാരൊക്കെ കൂടെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മൈക്കിനെ സംബന്ധിച്ച് അവന്റെ അനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മോനെ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവൻ അങ്ങോട്ട് കയറി ചെന്നിട്ട് അവനെ കളിയാക്കി ആൾക്കിട്ട് ഒരൊറ്റ ഇടി കൊടുക്കുകയാണ്. അതോടുകൂടെ അവൻ താഴേക്ക് വീഴുകയും ചെയ്തു. എന്നാൽ ഈ ഗർട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവന്റെ ജോലി കാര്യത്തിൽ അവൻ പുലിയാണ്. ഇവനൊരു മെക്കാനിക്കാണ്. മെക്കാനിക്കലായിട്ട് എന്ത് പ്രശ്നമാണെങ്കിലും അവൻ പെട്ടെന്ന് തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം മൈക്കിനെയും അവന്റെ അനിയനെയും ആ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഈ ഗർട്ടിന് ഇഷ്ടപ്പെട്ട ഒരു എലിയുണ്ട്. അവൻ എവിടെ പോയാലും ഈ എലിയും കൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ ആ എലിയെ എടുത്തുകൊണ്ടാണ് അവൻ ആ കമ്പനിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത്. ഇതേ സമയം തന്നെ ആ മൈൻഡ് GM ആയ ജോർജ് ഇപ്പം സിവിലിയൻ എമർജൻസീസ് ഓഫീസർ വിളിച്ചിരിക്കുകയാണ്. അതിനുശേഷം അവിടെ നടന്ന പൊട്ടിത്തെറിയെ കുറിച്ചൊക്കെ അയാൾ അറിയിച്ചു. അത് കേൾക്കുന്ന അയാൾക്കൊരു ഞെട്ടലായിരുന്നു. ഈ സമയം ജോർജ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മീഥേൻ ഗ്യാസിന്റെ ലീക്കേജ് ഉണ്ടായത് ആരും അറിഞ്ഞിട്ട് പോലുമില്ല, പെട്ടെന്നൊരു പൊട്ടിത്തെറി നടന്നതാണെന്നാണ്. അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് ആ ഗ്യാസ് മൊത്തം ഡ്രിൽ ചെയ്ത് കളയണം, എന്നിട്ട് അതിന്റെ ആ പോക്കറ്റ് ക്ലോസ് ചെയ്യണം. ഈ പരിപാടിയൊന്നും കഴിയാതെ ഇനി ഒരാളെ പോലും അകത്തേക്ക് കയറ്റിവിടരുത് എന്നാണ് ആ ഓഫീസർ പറയുന്നത്. അതേക്കുന്ന ജോർജ് ചോദിക്കുന്നത് ഡ്രിൽ ചെയ്ത് ഗ്യാസ് കളയാനോ? പക്ഷെ ഇത്രയും വലിയൊരു പോക്കറ്റ് ഡ്രിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെൽഹെഡ് വേണ്ടി വരത്തില്ലേ എന്നാണ് ജോർജിന്റെ സംശയം. ഈ വെൽഹെഡ് എന്ന് പറയുന്നത് ഭീമാകാരമായിട്ടുള്ള ഒരു ഡ്രില്ലിംഗ് മെഷീനാണ്. ജോർജ് അത് പറയുമ്പോൾ ഓഫീസർ പറയുന്നത് ആ കാര്യം നിങ്ങൾ എനിക്ക് വിട്ടേക്ക്, ഞാൻ അത് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങളെ വിളിക്കാമെന്നാണ്. അങ്ങനെ ആ കോള് കട്ട് ചെയ്തതിനു ശേഷം ഓഫീസർ നേരെ വിളിക്കുന്നത് എയർഫോഴ്സിലേക്കാണ്. നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു വെൽഹെഡ് ആ മൈനിങ് സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നാണ് ഓഫീസർ ചോദിക്കുന്നത്. അതേക്കുന്ന ആ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെൽഹെഡ് എന്ന് പറയുന്നത് 30 ടൺ വെയിറ്റ് വരും. അത് എയർലിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. മാത്രമല്ല ഈ കട്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങളുടെ വിമാനം ലാൻഡ് ചെയ്യാനുള്ള ഒരു റൺവേ പോലും ഇല്ല. അവിടേക്ക് നിങ്ങൾക്ക് ആ വെൽഹെഡ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇനി ആകെ നിങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് ട്രക്കുകളാണ്. നിങ്ങൾ ഉടനെ തന്നെ ട്രക്ക് വല്ലത് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്ക് എന്നാണ് ആ എയർഫോഴ്സ് ഓഫീസർ പറയുന്നത്. അങ്ങനെ ആ കോളം കട്ട് ചെയ്തതിനു ശേഷം ഓഫീസർ അടുത്തതായിട്ട് വിളിക്കുന്നത് ട്രക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കാനാണ്. ഈ ട്രക്കുകളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരാളുണ്ട്, ജിം എന്നാണ് അയാളുടെ പേര്. ഇപ്പൊ ആ ഓഫീസർ വിളിച്ചതിനെ തുടർന്ന് ഒരാളിപ്പോ ജിമ്മിനെ കാണാൻ വന്നിരിക്കുകയാണ്.
അതിനുശേഷം ആ മൈൻ ചെയ്യുന്ന സ്ഥലത്ത് നടന്ന കാര്യങ്ങളൊക്കെ അയാൾ അറിയിച്ചു. എത്രയും പെട്ടെന്ന് വെൽഹെഡ് അങ്ങോട്ട് എത്തിക്കണം, അതിന് നിങ്ങൾക്ക് ട്രക്കുകൾ വിട്ടുതരാൻ പറ്റുമോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. ഈ സമയം ജിമ്മു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഈ സമയത്താണോ ഇത്രയും വെയിറ്റ് ഉള്ള വെൽഹെഡ് അങ്ങോട്ട് കൊണ്ടുവന്നത്? അതും 300 ഫീറ്റ് പൈപ്പുമായിട്ട്. ഈ കട്ക എന്ന് പറയുന്ന മൈനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഐസ് റോഡിലൂടെ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അതിലെ പോകേണ്ട സീസണൊക്കെ അവസാനിച്ചു. ഇതിപ്പോ ഏപ്രിലാണ്. ഈ ഒരു സമയത്ത് ഇത്രയും വെയിറ്റുമായിട്ട് ട്രക്ക് അതിലെ പോയി കഴിഞ്ഞാൽ എല്ലാം വെള്ളത്തിൽ കിടക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് അത് നടക്കത്തില്ല എന്നാണ് ജിമ്മു പറയുന്നത്. എന്നാൽ അയാൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ജിമ്മു വീണ്ടും അയാളെ വിളിച്ചു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജിമ്മിന് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരുത്തൻ ആ മൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവന്റെ പേര് കോടി എന്നാണ്. അവനും ഇപ്പോൾ അവിടെ കുടുങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ട്രക്ക് ഞാൻ വിട്ടുതരാം എന്നാണ് ജിമ്മു പറയുന്നത്. ഇതേ സമയം തന്നെ മൈക്കും ഗർട്ടിയും അവരുടെ വണ്ടിയിൽ പെട്രോൾ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് ഗർട്ടി മൈക്കിന്റെ അടുത്തൊരു കാര്യം പറയുന്നത്. അവന്റെ കയ്യിൽ ഒരു ട്രക്കിന്റെ ബ്രൗസർ ഉണ്ട്. നമുക്ക് ഇതുപോലെ ഒരെണ്ണം വാങ്ങിയാൽ എന്താ? അങ്ങനെയാകുമ്പോൾ നമുക്ക് സെൽഫായിട്ട് വർക്ക് ചെയ്യാലോ, വേറൊരുത്തന്റെയും കാല് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെയാണ് ഗർട്ടി ചോദിക്കുന്നത്. എന്നാൽ അത് കേൾക്കുന്ന മൈക്കിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. നിന്റെ വിചാരം ഇതുപോലെ ഒരു ട്രക്ക് വാങ്ങാൻ എത്ര കാശാവുന്നതാണ്? ഇത്രയും പൈസ നിന്റെ അടുത്തുണ്ടോ? അതുകൊണ്ട് ഇനി ഇതുപോലത്തെ കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞിട്ട് മൈക്ക് ആ ബ്രൗസർ മൊത്തം കീറിക്കളഞ്ഞു. ഈ സമയത്താണ് മൈക്കിന്റെ ഫോണിലൊരു മെസ്സേജ് വരുന്നത്. അവൻ നോക്കുമ്പോൾ അതൊരു എമർജൻസി മെസ്സേജ് ആണ്. ഐസ് റോഡിലൂടെ സഞ്ചരിക്കാൻ ട്രക്ക് ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ എമർജൻസി മെസ്സേജ് വന്നിരിക്കുന്നത്. എന്നാൽ മൈക്ക് അത് വലിയ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഇപ്പൊ ഐസ് റോഡ് കൂടെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അങ്ങനെ അവൻ പെട്രോളൊക്കെ അടിച്ചിട്ട് നേരെ വണ്ടിക്കകത്തേക്ക് കയറി. എന്നാൽ ഈ സമയം അവൻ നോക്കുമ്പോൾ ഗർട്ടി ആണെങ്കിൽ നേരത്തെ മൈക്ക് കീറിക്കളഞ്ഞ ആ ബ്രൗസർ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും അവൻ അതുപോലത്തെ ഒരു ട്രക്ക് വാങ്ങാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം മൈക്കിന് മനസ്സിലായി. ഇതൊക്കെ കൊണ്ട് തന്നെ ആ ട്രക്ക് ഡ്രൈവറുടെ ജോലിക്ക് അപ്ലൈ ചെയ്യാം എന്ന് തന്നെ അവൻ തീരുമാനിച്ചു. ഇനി കാണിക്കുന്ന ഈ കഥയിലെ നായിക, ഇവളുടെ പേര് ടാൻറ്റു എന്നാണ്. ഇവളിപ്പോ ജയിലിലാണ്. എന്തൊക്കെയോ ചില പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ അവൾ നടത്തി. അതിനെ തുടർന്ന് അവളിപ്പോ ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. ഇവളും ഒരു ട്രക്ക് ഡ്രൈവറാണ്. ഇവൾ ഇതിനു മുമ്പ് ജോലി ചെയ്തിരുന്നത് ജിമ്മിന്റെ കൂടെയായിരുന്നു. ഇപ്പൊ ജിമ്മാണ് അവളെ ജാമ്യത്തിൽ ഇറക്കിയിരിക്കുന്നത്. അയാൾ അവളുടെ അടുത്ത് പറയുന്നത് ആ മൈനിൽ നടന്ന പൊട്ടിത്തെറിയെ കുറിച്ചിട്ടാണ്. നേരത്തെ ഇയാൾക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? കോടി. ഈ കോടി എന്ന് പറയുന്നത് ഈ ടാൻറ്റുവിന്റെ ബ്രദറും കൂടെയാണ്. അപ്പൊ തന്റെ ബ്രദറും ആ മൈനിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ ഈ ജോലിക്ക് ഞാനും ഉണ്ട് എന്നാണ് അവൾ ജിമ്മിന്റെ അടുത്ത് പറയുന്നത്. ഈ സമയം തന്നെ ആ മൈനിനകത്തുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. ഈ സമയം ആ കോടി അവിടെ നിൽക്കുന്നുണ്ട്. അവനിപ്പം എത്ര ആൾക്കാർ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്ന എണ്ണമൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 26 ആൾക്കാർ അതിനകത്ത് കുടുങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും മൈക്കും ഗർട്ടിയും ജിമ്മിന്റെ ആ ഓഫീസിലേക്ക് എത്തി. അവിടെ ഇപ്പോൾ ആ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ബയോഡേറ്റ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ജിം ഇംപ്രസ് ആയിരിക്കുന്നത് മൈക്കിന്റെ ബയോഡേറ്റയിലാണ്. കാരണം ഒരുപാട് തവണ അവൻ ആ ഐസ് റോഡിലൂടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിമ്മ് മൈക്കിനെ സെലക്ട് ചെയ്യാണ്. ഈ സമയത്താണ് മൈക്ക് ഗർട്ടിയുടെ കാര്യം പറയുന്നത്. അവനൊരു കിടിലം മെക്കാനിക് ആണല്ലോ, അതുകൊണ്ട് ഇവനും എന്റെ കൂടെ ഉണ്ടാവും എന്നാണ് മൈക്ക് പറയുന്നത്. മാത്രമല്ല ഗർട്ടിയുടെ മാനസിക പ്രശ്നങ്ങളെ കുറിച്ചിട്ടും മൈക്ക് അയാളുടെ അടുത്ത് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവന്റെ അസുഖത്തിന്റെ കാര്യമൊക്കെ വിട്, അവന് മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മെക്കാനിക്കായിട്ട് നമുക്ക് ഇവനെ തന്നെ കൊണ്ടുപോകാം. പക്ഷെ അതിനു മുമ്പ് ഇവന്റെ സ്കില്ല് എനിക്ക് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ജിം അവരവരുടെ വർക്ക്ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അവിടെ ചെന്നതിന് ശേഷം ഒരു ചെറിയ പണി ജിമ്മ് ഗർട്ടിയെ ഏൽപ്പിക്കുന്നു. എന്നാൽ ജിമ്മ് വിചാരിച്ചതിനേക്കാളും പെട്ടെന്ന് തന്നെ ഗർട്ടി ആ പണിയൊക്കെ തീർത്തു കൊടുത്തു. അതുകൊണ്ട് തന്നെ ജിമ്മിന് ശരിക്കും അത്ഭുതമായി. അങ്ങനെ ഗർട്ടിയും ആ മിഷനിൽ സെലക്ട് ആവുകയാണ്. ഈ സമയം തന്നെ ആ മൈനിലുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അതിനിടയിലാണ് അവർ പൈപ്പിലിട്ട് ഇങ്ങനെ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ കോടിക്കൊരു കാര്യം മനസ്സിലായി. പുറത്താരോ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ആ മുട്ടുന്നതിനെ പറയുന്നത് ടാപ്പ് കോഡ് എന്നാണ്. ഇപ്പൊ പുറത്തു നിൽക്കുന്ന ആൾക്കാർക്ക് ഇവരോട് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു കോഡ് ഭാഷയുണ്ട്. അതാണ് ഈ ടാപ്പ് കോഡ്. ആ പൈപ്പിൽ ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ മുട്ടാൻ പറ്റും. ടാപ്പ് കോഡ് അറിയുന്ന ആൾക്ക് അതെല്ലാം ഡീകോഡ് ചെയ്യാനും പറ്റും. ഇപ്പൊ ഈ കോടിക്ക് ടാപ്പ് കോഡ് അറിയാം. അവൻ ഉടനെ തന്നെ അവർ മുട്ടുന്നതിനനുസരിച്ച് അതൊക്കെ താഴെ മണ്ണിൽ എഴുതാണ്. ഇപ്പൊ പുറത്തുനിന്ന് മുട്ടുന്നത് GM-ഉം അവിടുത്തെ ഒരു സൂപ്പർവൈസറും കൂടെയാണ്. നിങ്ങൾ അകത്ത് എത്ര പേര് പെട്ട് കിടക്കുന്നുണ്ട് എന്നാണ് അവർ ചോദിക്കുന്നത്. ഈ സമയം തന്നെ കോടി അതിന് മറുപടി കൊടുത്തു. 26 പേര് ഞങ്ങൾ ഇതിനകത്തുണ്ട് എന്നാണ് കോടി മറുപടി കൊടുക്കുന്നത്. അത് കേട്ട ഉടനെ അവർ അടുത്ത മെസ്സേജ് കൊടുക്കുന്നത്, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എത്രയും പെട്ടെന്ന് ആ വെൽഹെഡ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചിട്ട് അവിടുത്തെ ഗ്യാസ് ഒക്കെ ഡ്രില്ല് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങളെ പുറത്തെടുക്കുന്നതാണ് എന്നാണ് ആ സൂപ്പർവൈസർ മെസ്സേജ് കൊടുക്കുന്നത്. എന്നാൽ അതുകൊണ്ടൊന്നും അവിടെയുള്ള ആർക്കും അങ്ങോട്ട് സന്തോഷമാവുന്നില്ല. കാരണം എത്രയും പെട്ടെന്ന് എന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ, എപ്പോ എന്ന് പറഞ്ഞിട്ടില്ല. ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിനകത്തുള്ള ഓക്സിജനൊക്കെ തീരും. അതാണ് അവർക്ക് ഇത്ര ടെൻഷൻ. അങ്ങനെ ജിമ്മും ടീമും ആ വെൽഹെഡൊക്കെ അവരുടെ ട്രക്കിലേക്ക് ലോഡ് ചെയ്യാൻ തുടങ്ങി. 3 ട്രക്കുകളിലായിട്ടാണ് അവർ പോകുന്നത്. ഈ 3 ട്രക്കിനകത്തും ഓരോരോ വെൽഹെഡ് ഉണ്ടാവും. ഇപ്പൊ മൈക്കിന്റെ കൂടെ അവന്റെ ട്രക്കിനകത്ത് ഉണ്ടാവുക അവന്റെ ബ്രദറായ ഗർട്ടിയാണ്. പിന്നെ ഒരു ട്രക്ക് ഓടിക്കുന്നത് ജിമ്മാണ്. 3ാമത്തെ ട്രക്ക് ഓടിക്കുന്നത് ടാൻറ്റോ. എന്നാൽ വേറൊരാളും കൂടെ ഇവരുടെ കൂടെ പോകുന്നുണ്ട്. അത് കമ്പനിയുടെ ഒരാളാണ്. ഈ ഒരു മിഷൻ നടത്തി കഴിഞ്ഞാൽ ഇവർക്ക് നല്ലൊരു എമൗണ്ട് പൈസ കിട്ടും. എല്ലാവർക്കും കൂടെ $2 ലക്ഷം ആണത്. അതായത് 4 പേർക്ക് 50 ലക്ഷം വെച്ച് കിട്ടും. എന്നാൽ ഏതെങ്കിലും ഒരാൾ പോകുന്ന വഴിക്ക് മരിച്ചു പോവുകയാണെങ്കിൽ അയാളുടെ 50 ലക്ഷം ബാക്കിയുള്ളവർക്ക് വീതിച്ചു കൊടുക്കും. ഈ ഒരു സെറ്റപ്പാണ് അവരുടെ ഇൻഷുറൻസ്. ആ ഒരു കാര്യമാണ് ഇപ്പൊ കമ്പനിയുടെ ആളായ ടോം അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടോം ഇവരുടെ കൂടെ പോകുന്നുണ്ട്. ടാൻറ്റു ഓടിക്കുന്ന ട്രക്കിലാണ് അവൻ കയറുന്നത്.
അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവരവരുടെ യാത്ര ആരംഭിച്ചു. കറുത്ത ട്രക്കിലാണ് ടാൻഡുവും ടോമും ഉള്ളത്. ചുവന്ന ട്രക്കിലാണ് മൈക്കും ഗർട്ടിയും ഉള്ളത്. മഞ്ഞ ട്രക്കിലാണ് ജിം ഉള്ളത്. 300 മൈൽസ് ആണ് അവർക്ക് യാത്ര ചെയ്യാനുള്ളത്. അതും 20 മണിക്കൂർ കൊണ്ട് അവർ കവർ ചെയ്യണം. എങ്കിൽ മാത്രമേ അവർക്ക് കറക്റ്റ് സമയത്ത് ആ മൈനിലെത്തിയിട്ട് അവിടെ റെസ്ക്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ ലേക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐസ് റോഡിന്റെ മുകളിലേക്ക് കയറാണ്. അങ്ങനെ സമയം രാത്രിയായി. അവരിപ്പോഴും ആ ഐസ് റോഡിലൂടെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഐസ് റോഡിലൂടെ പോകുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് പറയാം. ഇവര് നല്ല വേഗത്തിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതൊരു പ്രഷർ വേവിന് കാരണമാവും. അതായത് നമ്മൾ ഈ കടലിലെ തിര അടിക്കത്തില്ലേ, അതേപോലെ തന്നെ ഐസും ഇങ്ങനെ കിടന്ന് ആടി ഒലയാൻ തുടങ്ങും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ ഐസിന്റെ ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോകും. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ട്രക്ക് ബ്ലൂം. ഇതാണ് സ്പീഡിൽ പോയുള്ള അവസ്ഥ. ഇനിയിപ്പോ പതുക്കെയാണെങ്കിലോ പോകുന്നത്, ഈ ട്രക്കിന്റെ വെയിറ്റ് കാരണം അവിടുത്തെ ഐസ് മൊത്തം തകർന്നു പോകും. അങ്ങനെ വന്നാലും ട്രക്ക് ബ്ലൂം. അതുകൊണ്ട് ഇവർക്കൊരു നിശ്ചിത വേഗത്തിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഐസ് റോഡിലൂടെ പോകുമ്പോഴൊരു പ്രശ്നം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കേ അതിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ജിം നോക്കുമ്പോൾ അവന്റെ ട്രക്കിന്റെ എഞ്ചിന് ചില പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ടോം ആണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായി അവൻ കൊണ്ടുവന്ന സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് വേണോ എന്ന് അവൻ ടാൻഡുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവള് പറയുന്നത് എനിക്ക് വേണ്ടെന്നാണ്. എന്നാൽ ഈ സമയത്താണ് ടോം അവളുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. അല്ല, ഞാൻ നിങ്ങളുടെ വർക്ക്ഷോപ്പിൽ നിന്ന് കേട്ടല്ലോ നീയും ജിമ്മും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. അതെന്തായിരുന്നു? അതേക്കുമ്പോ അത് വലിയ കാര്യമൊന്നുമില്ല. ഒരു ദിവസം പുള്ളിയോട് ചോദിക്കാതെ ഞാൻ പുള്ളിയുടെ ട്രക്ക് എടുത്തോണ്ട് അവിടുന്ന് പോയി. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായി എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. ഇതൊക്കെ കുറെ കാലം മുമ്പ് നടന്ന കാര്യമാണ്. ഇപ്പൊ അതൊന്നും വലിയ പ്രശ്നമില്ല എന്നാണ് ടാൻഡു മറുപടി പറയുന്നത്. ഈ സമയത്താണ് ജിമ്മിന്റെ ട്രക്കിന്റെ എഞ്ചിന് പണി കിട്ടുന്നത്. അതോടുകൂടെ സ്വിച്ച് ഇട്ട പോലെ ട്രക്ക് അവിടെ സ്റ്റോപ്പായി പോയി. ഇപ്പൊ അതിന്റെ എഞ്ചിനിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ട്. ഇതും കൂടെ കാണുമ്പോൾ അയാളുടെ ടെൻഷൻ കൂടാൻ തുടങ്ങി. ഇനി അധിക സമയം ആ ട്രക്ക് അതുപോലെ അവിടെ വെച്ചിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ താഴത്തെ ഐസ് മൊത്തം ബ്രേക്ക് ആവും. അതോടുകൂടെ ട്രക്ക് താഴെ വെള്ളത്തിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ ഇവന്റെ ട്രക്ക് സ്റ്റോപ്പ് ആയത് മുന്നിൽ നിന്നിട്ട് മൈക്കും കാണുന്നുണ്ട്. ഇപ്പൊ ജിമ്മിന്റെ ട്രക്ക് സ്റ്റോപ്പ് ആയത് കാണുമ്പോൾ അവർ റിവേഴ്സ് എടുക്കാൻ തുടങ്ങി. അത് കാണുന്ന ടാൻഡും റിവേഴ്സ് എടുക്കുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ജിമ്മിന്റെ അടുത്ത് എത്തി. ഇനിയിപ്പോൾ ആ ട്രക്ക് കെട്ടി വലിക്കാന്നല്ലാതെ അവരുടെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗമില്ല. അങ്ങനെ വേഗം തന്നെ അവർ അതിനുള്ള പണിയൊക്കെ തുടങ്ങി. മൈക്കിപ്പം ഒരു റോപ്പ് ജിമ്മിന്റെ ട്രക്ക് കെട്ടിയിട്ട് അതിപ്പോ ടാൻഡുവിന്റെ ട്രക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ സമയം ഗർട്ടി ആണെങ്കിൽ ജിമ്മിന്റെ ട്രക്കിന്റെ എഞ്ചിൻ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ റോപ്പൊക്കെ കണക്ട് ചെയ്തതിനു ശേഷം എല്ലാവരും അവരുടെ ട്രക്കിലേക്ക് കയറി. ഈ സമയം താഴെ ഐസിലുള്ളത് ജിം മാത്രമാണ്. അയാളിപ്പം ആ കയറാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ജിമ്മിന്റെ ട്രക്കിന്റെ പുറകുവശം ആ ഐസൊക്കെ തകർത്തിട്ട് നേരെ താഴെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. ട്രക്ക് ഇപ്പൊ അവിടെ ഇരുന്നു പോയി. അതോടുകൂടെ ആ റോപ്പ് ടൈറ്റ് ആവുകയും ചെയ്തു. ഈ സമയം ജിമ്മിന്റെ കാൽ ആ കയറിന്റെ ഇടയിലായിരുന്നു. ഇപ്പൊ ആ റോപ്പ് വലിഞ്ഞോടുകൂടെ അത് അയാളുടെ ഒരു കാലിൽ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ആ കയറാണെങ്കിൽ നല്ല വണ്ണമുള്ള കയറുമാണ്. മാത്രമല്ല ഇപ്പൊ അത് നല്ല ടൈറ്റും ആയിട്ടുണ്ട്. അയാൾ എന്തൊക്കെ കാണിച്ചിട്ടും ആ കയറ് ലൂസാക്കാൻ പറ്റുന്നില്ല. പെട്ടെന്നാണ് ഐസൊക്കെ വീണ്ടും തകരുന്നത്. അതോടുകൂടെ ട്രക്ക് താഴെ വെള്ളത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രക്ക് ഇങ്ങനെ വെള്ളത്തിലേക്ക് താഴും തോറും ആ കയറ് വലിയാൻ തുടങ്ങി. ഈ സമയം ടാൻഡോ ആണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് അതിന്റെ ആക്സിലേറ്ററിൽ ചവിട്ടുന്നുണ്ട്. എന്നിട്ട് ഒരു കാര്യമില്ല, അവളുടെ ട്രക്കും പുറകിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ജിമ്മിന്റെ അവസ്ഥയാണെങ്കിൽ അവന്റെ കാലതിനകത്ത് കുടുങ്ങി കിടക്കാണല്ലോ. ആ കയറ് വലിഞ്ഞോടുകൂടെ അയാളുടെ കാലൊക്കെ കട്ടായിട്ടുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആ ട്രക്ക് മൊത്തം ആ വെള്ളത്തിന്റെ അടിയിലേക്ക് പോവാണ്. ഈ സമയം ജിമ്മും വെള്ളത്തിലേക്കായി. അത് കണ്ട ഉടനെ തന്നെ ടാൻഡു പുറത്തേക്ക് ഇറങ്ങി. ജിമ്മിന്റെ ആ അവസ്ഥ കണ്ട് അവളാണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം ജിമ്മു പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇനി എന്റെ കാര്യം നോക്കണ്ട, എന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളും വെള്ളത്തിൽ കിടക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കയറ് കട്ട് ചെയ്യ് എന്നാണ് ജിമ്മു പറയുന്നത്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ മരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ആദ്യം അവൾ സമ്മതിക്കത്തില്ലെങ്കിലും ജിം ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ അവൾ ആ കയറ് കട്ട് ചെയ്യാണ്. അതോടുകൂടെ ആ ട്രക്കിന്റെ കൂടെ ജിമ്മും താഴെ വെള്ളത്തിലേക്ക് പോവാണ്. അതൊക്കെ കണ്ട് കരയാൻ മാത്രമേ ടാൻഡുവിന് സാധിക്കുന്നുള്ളൂ. ഈ സമയമാകുമ്പോഴേക്കും ബാക്കിയുള്ളവർ അങ്ങോട്ട് എത്തി. അവരും ആകെ ഞെട്ടി നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവർ നിൽക്കുന്ന ആ ഭാഗത്ത് ഐസൊക്കെ ക്രാക്ക് ആവുന്നത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരവരുടെ ട്രക്കിലേക്ക് കയറി വേഗം വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ സാധാരണ സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ട് കാര്യമില്ല. ആ ഐസ് ഇങ്ങനെ ക്രാക്ക് ആവുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലാണ് അവർ വണ്ടി ഓടിക്കുന്നത്. അവർ ട്രക്ക് മുന്നോട്ട് ഓടിക്കുന്നതിന്റെ പുറകെ തന്നെ ഐസ് ഇങ്ങനെ ക്രാക്ക് ആയിട്ട് അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ സാധാരണയിൽ കവിഞ്ഞ സ്പീഡ് ആവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രഷർ വേവ് ഉണ്ടല്ലോ, അത് വരാൻ തുടങ്ങി. അതായത് അവരുടെ മുന്നിലുള്ള ഐസൊക്കെ ഇങ്ങനെ ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വണ്ടി നിർത്താൻ പറ്റത്തില്ല. അവർക്ക് ഇനി മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതേ സ്പീഡിൽ അവർ മുന്നോട്ട് പോവാണ്. അങ്ങനെ കുറെ മുന്നിലെത്തുമ്പോൾ നല്ല സ്പീഡിലായതുകൊണ്ട് വണ്ടി ഇങ്ങനെ കടന്ന് സ്ലിപ്പ് ആവാൻ തുടങ്ങി. ആ സ്ലിപ്പ് ആവുന്നതോടുകൂടെ ആ 2 ട്രക്കുകളും റോഡിൽ കടന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ കുറെ നേരം ഡാൻസ് കളിച്ചതിന് ശേഷം 2 ട്രക്കും മറിഞ്ഞു പോകുന്നു. അങ്ങനെ ആ ട്രക്ക് മറിഞ്ഞതിന് ശേഷം 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങുന്നത്. ഭാഗ്യത്തിന് ആർക്കും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങുമ്പോൾ ഐസ് ക്രാക്ക് ആവുന്നൊക്കെ സ്റ്റോപ്പായി. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിസ്താരത്തിലാണ് ഈ ട്രക്ക് ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് അതിന്റെ വെയിറ്റ് ഒക്കെ ഈവനായി. അതുകൊണ്ടാണ് ആ ഐസ് ക്രാക്ക് ആവുന്നത് സ്റ്റോപ്പായത്. ഇതേ സമയം തന്നെ ആ മൈനിനകത്ത് സൂപ്പർവൈസർ റെനെ ഇപ്പൊ കോടിയുടെ അടുത്തൊരു കാര്യം ചോദിക്കുകയാണ്.
അല്ല കോടി, ഇവിടെ ആ പൊട്ടിത്തെറി നടന്നപ്പോ ഞാൻ നിന്നോട് പറഞ്ഞത് നമ്മളൊരു മീഥേൻ പോക്കറ്റിൽ ഹിറ്റ് ചെയ്തുകൊണ്ട് സംഭവിച്ചാന്നല്ലേ? പക്ഷെ നീ അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാന്ന്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്നാണ് റെനെ ചോദിക്കുന്നത്. എന്നാൽ കോടി അതിന് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ അവർ നേരത്തെ കേട്ട പോലെ ആ ടാപ്പ് കോഡിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. കോടി വേഗം തന്നെ അങ്ങോട്ട് ചെന്നിട്ട് അത് മൊത്തം എഴുതിയെടുക്കുകയാണ്. പുറത്തുള്ള ആൾക്കാർ ആ ടാപ്പ് കോഡ് വഴി മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ മിഷൻ ഫെയിൽ ആയി എന്നാണ്. അതുകൊണ്ട് തന്നെ കോടിക്കും റെനയ്ക്കും ശരിക്കും നിരാശയായിരുന്നു. ഈ സമയം ബാക്കിയുള്ളവർ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന്. എന്നാൽ അവരുടെ പ്രതീക്ഷ കളയാതിരിക്കാൻ വേണ്ടി റെനെ ഇപ്പൊ അവരുടെ അടുത്ത് സത്യം പറയുന്നില്ല. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ഇപ്പൊ എത്തും എന്നാണ് അയാൾ ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുന്നത്. ഇതേ സമയം തന്നെ മൈക്കും കൂട്ടരും അടുത്തായിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൈക്ക് എന്തായാലും ആ മൈനിലേക്ക് പോകണം എന്നുള്ള പ്ലാൻ തന്നെയാണ്. എന്നാൽ ഈ സമയം ടോം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നമ്മൾ മുന്നോട്ട് പോകണം എന്നാണോ പറയുന്നത്? നമുക്ക് എല്ലാവർക്കും തിരിച്ചു പോവാം, വെറുതെ എന്തിനാണ് നമ്മുടെ ജീവൻ അപകടത്തിലാക്കുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇല്ല ടോം, നീ വേണമെങ്കിൽ തിരിച്ചു പോയിക്കോ, ഞാൻ എന്തായാലും ആ മൈൻഡിലേക്ക് പോവാണ്. നമ്മുടെ 2 ട്രക്കിലും ആ വെൽഹെഡ് ഉണ്ട്, അവിടെയാണെങ്കിൽ ഒരുപാട് പേര് അതിൻ്റെ അകത്ത് കുടുങ്ങി കിടക്കുകയാണ്, നമുക്ക് അവരെ രക്ഷിച്ചേ പറ്റൂ. ഓൾറെഡി നമ്മളിപ്പോൾ പകുതി ദൂരം സഞ്ചരിച്ചു, ഇനി കുറച്ച് ദൂരം കൂടെ നമുക്ക് പോയാൽ മതി എന്നാണ് മൈക്ക് പറയുന്നത്. ടാൻഡും ഗർട്ടിയും അത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയം ടോം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മൈക്കിനെ മാറ്റി നിർത്തിയിട്ടൊരു കാര്യം പറയാണ്. ഓക്കെ മൈക്ക്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോവാം. പക്ഷെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ നടന്ന ഈ അപകടം ഉണ്ടല്ലോ, ജിമ്മിന്റെ ട്രക്ക് കേടായത്, അതെങ്ങനെയാണ് പെട്ടെന്നൊരു ട്രക്ക് കേടാവുന്നത്? എനിക്കിതിൽ ഡൗട്ട് ആ ടാൻഡോനെയാണ്. അവൾ ഈ ഇൻഷുറൻസ് തുക അടിച്ചെടുക്കാൻ വേണ്ടി അവളാണ് ജിമ്മിന്റെ ട്രക്കിന് പണി കൊടുത്തിരിക്കുന്നത്. ഞാൻ അന്വേഷിച്ചതിൽ നിന്നും അവളും ജിമ്മും തമ്മിൽ അത്ര നല്ല രസത്തിലൊന്നുമല്ല. മാത്രമല്ല അയാളുടെ കമ്പനിയിൽ നിന്ന് അവളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടതുമാണ്. ഇതിന്റെയൊക്കെ പ്രതികാരം തീർത്തതായിക്കൂടെ അവള്. മാത്രമല്ല അവൾക്ക് പൈസയുടെ നല്ല ആവശ്യമുണ്ട്. നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ പൈസ മൊത്തം അവൾക്ക് കിട്ടത്തില്ലേ എന്നൊക്കെയാണ് ടോം ചോദിക്കുന്നത്. ടോം അത് പറഞ്ഞു കഴിയുമ്പോൾ മൈക്ക് നേരെ ടാൻഡുവിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം അവളുടെ അടുത്ത് കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങി. എന്നാൽ അവള് പറയുന്നത് എന്റെ ബ്രദർ ആ മൈനിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്, അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യാത്രയ്ക്ക് ഒരുങ്ങിയത്, അല്ലാതെ ഇൻഷുറൻസ് പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല എന്നാണ് ടാൻഡു പറയുന്നത്. എന്നാൽ അവരത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ഈ സമയം അവൾ അവളുടെ ട്രക്കിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അവരവളെ പിടിച്ചു വയ്ക്കുകയും ചെയ്തു. എന്നാൽ പെട്ടെന്നാണ് അവൾ അവളുടെ കയ്യിലുള്ള തോക്ക് എടുക്കുന്നത്. എന്നാൽ അവൾ തോക്ക് ചൂണ്ടിയപ്പോഴേക്കും പുറകിൽ നിന്ന് ഗർട്ടി വന്നിട്ട് ആ തോക്ക് തട്ടിയെടുക്കുന്നു. അതിനുശേഷം അവളെ ലോക്ക് ചെയ്യാണ്. അങ്ങനെ അവളെ ലോക്ക് ചെയ്തതിനു ശേഷം അവരെല്ലാവരും കൂടെ റോപ്പൊക്കെ ഇട്ട് അവിടെ മറഞ്ഞു കിടക്കുന്ന ട്രക്കൊക്കെ ഉയർത്തി. അങ്ങനെ ട്രക്കിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മൈക്ക് നേരെ വിളിക്കുന്ന ആ മൈനിലേക്കാണ്. ഈ ടാൻഡു പറഞ്ഞ കാര്യം സത്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അയാളിപ്പോൾ മൈനിലേക്ക് വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് മൈക്ക് ചോദിക്കുന്നത് അവിടെ കോടി എന്ന പേരിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോന്നാണ്. ഈ സമയം അവരാണെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഇൻഫർമേഷൻ തരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ ആ മൈൻഡിലാണെങ്കിൽ ഒരു ചർച്ച നടക്കുകയാണ്. ആ മാൻകിൻസ് എന്ന് പറയുന്നവൻ ഇപ്പൊ റെനയുടെ അടുത്തെത്തി. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇവിടെ വളരെ പെട്ടെന്ന് ഒരു റെസ്ക്യൂ മിഷൻ ഉണ്ടാവുമെന്ന്. മാത്രമല്ല ഇതിനകത്ത് ഓക്സിജൻ ഒക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും പേരും ഉറപ്പായിട്ടും ഇനി ഒരു 12 മണിക്കൂറും കൂടെ സർവൈവ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ മുമ്പിലാകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ സ്വയം ആരെങ്കിലുമൊക്കെ മരണത്തിന് കീഴടങ്ങണം, എങ്കിൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് ആ ഓക്സിജനൊക്കെ കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി നമുക്ക് വോട്ട് ചെയ്യാം എന്നാണ് മാൻകിൻസ് പറയുന്നത്. മാത്രമല്ല അവരുടെ ആ തീരുമാനത്തെക്കുറിച്ച് വേറൊരുത്തൻ ടാപ്പ് കോഡ് വഴി പുറത്തേക്ക് അറിയിക്കുകയും ചെയ്തു. ഈ സമയം പുറത്ത് നിൽക്കുന്നത് GM-ഉം അവിടുത്തെ സൂപ്പർവൈസറുമാണ്. അവരവരുടെ എണ്ണം കുറയ്ക്കാൻ പോവാണെന്നൊക്കെ കേൾക്കുമ്പോൾ സൂപ്പർവൈസർക്ക് ശരിക്കും ടെൻഷനായി. ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെയാണ് അയാൾ GM-ന്റെ അടുത്ത് ചോദിക്കുന്നത്. ഈ സമയം GM പറയുന്നത് അവർക്ക് അവിടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ വഴി ഉണ്ടാവത്തുള്ളൂ, ഇതിനിപ്പം നമ്മളെതിര് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് GM അവിടുന്ന് പോയി. ഈ സമയം തന്നെ മൈക്കും ഗർട്ടിയും അവരുടെ ട്രക്കിന്റെ ആ കണ്ടെയ്നറിന്റെ അകത്തേക്ക് കയറിയിട്ട് അതിലെ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ ടോം പുറകിലൂടെ വന്നിട്ട് ആ കണ്ടെയ്നർ ക്ലോസ് ചെയ്യുന്നത്. അതിൽ നിന്നും അപ്പൊ വില്ലൻ ടോം ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ടോം മൈക്കിന്റെയും ഗർട്ടിയുടെയും ബാഗ് എടുത്തിട്ട് ആ കറുത്ത ട്രക്കിനകത്തേക്ക് വെച്ചു. ഈ സമയം ടാൻഡു അതിനകത്തിരിക്കുന്നുണ്ട്. അയാൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അപ്പൊ നീയാണല്ലടാ എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞിട്ട് അവൾ അയാൾ ഇടിക്കാൻ തുടങ്ങി. എന്നാൽ അത് കണ്ട ഉടനെ തന്നെ ടോം ആണെങ്കിൽ ഒറ്റയടിക്ക് അവളെ ബോധം കെടുത്തി കളയുന്നു. അതിനുശേഷം അയാൾ ഒരു ബോംബ് സെറ്റ് ചെയ്യാണ്. എന്നിട്ട് ആ ബോംബ് എടുത്തിട്ട് മൈക്കും ഗർട്ടിയുള്ള ട്രക്കിന്റെ അടിയിലേക്ക് വെച്ചു. എന്നിട്ട് അതിന്റെ വയറ് നീട്ടിയിട്ടിട്ട് അതിന് തീ കൊടുക്കുകയാണ്. അങ്ങനെ തീയൊക്കെ കത്തിച്ചതിന് ശേഷം അയാൾ ആ കറുത്ത ട്രക്ക് കൊടുത്തിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതേ സമയം തന്നെ മൈക്കും ഗർട്ടിയാണെങ്കിൽ ആ കണ്ടെയ്നറിനകത്തെ വലിയ പൈപ്പ് എടുത്ത് അതിന്റെ AC ഒക്കെ കുത്തിപ്പൊട്ടിക്കുകയാണ്. എന്നിട്ട് ആ AC പുറത്തേക്ക് ഇട്ടതിന് ശേഷം ആ ഹോളിലൂടെ അവർ വെളിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് അവരുടെ ട്രക്കിന്റെ അടിയിൽ കിടക്കുന്ന ബോംബ് അവർ കാണുന്നത്. അത് കണ്ട ഉടനെ തന്നെ മൈക്ക് വേഗം ചെന്നിട്ട് ആ ബോംബ് എടുത്ത് ഒരൊറ്റ ഏറ് കൊടുത്തു. അങ്ങനെ അത് താഴെ വീണതും ഒരു വലിയ പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. ആ പൊട്ടിത്തെറിയുടെ ശബ്ദം ടോമും കേൾക്കുന്നുണ്ട്. അയാൾ ഉടനെ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഈ സമയം അയാൾ നോക്കുമ്പോൾ നല്ല മഞ്ഞ് കാരണം ആ ട്രക്ക് കാണുന്നില്ല, ആ പൊട്ടിത്തെറി മാത്രമേ അയാൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഈ സമയം അവര് മരിച്ചു എന്ന് തന്നെയാണ് ടോം വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ അവിടേക്കൊന്ന് നോക്കിയതിനു ശേഷം ടോം വേഗം തന്നെ ആ ട്രക്ക് എടുത്തിട്ട് അവിടുന്ന് പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും മൈക്കും ഗർട്ടി അവിടുന്ന് എഴുന്നേറ്റു. എന്നാൽ പെട്ടെന്നാണ് മൈക്കിന്റെ ട്രക്കിന്റെ മുൻഭാഗം താഴേക്ക് ഇരുന്നു പോകുന്നത്. ഇനിയിപ്പോൾ അവരുടെ മുന്നിലാകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അവരുടെ ട്രക്കിന്റെ പുറകിലത്തെ ആ കണ്ടെയ്നർ മാറ്റണം, എങ്കിൽ മാത്രമേ അവർക്ക് ആ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ.
അതിനുവേണ്ടി അവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഐസ് കുഴിച്ചിട്ട് അവർ ആ വണ്ടിയുടെ പുറകിലുണ്ടായിരുന്ന ഒരു പൈപ്പ് താഴേക്ക് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് അതിലൊരു റോപ്പ് ചുറ്റിയിട്ട് ട്രക്കിലുള്ള ഒരു വിഞ്ചിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇപ്പൊ ഗർട്ടിയാണ് ആ വിഞ്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. മൈക്കാണെങ്കിൽ ട്രക്കിന്റെ അകത്തേക്ക് കയറിയിട്ട് അതിങ്ങനെ റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്രയ്ക്ക് ചവിട്ടിയിട്ടും വണ്ടി പുറകിലേക്ക് പോകുന്നില്ല. അത് കാണുന്ന മൈക്കാണെങ്കിൽ ആ വിഞ്ചിന്റെ പ്രഷർ ഒന്നുകൂടെ കൂട്ടാൻ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഗർട്ടി അത് കൂട്ടുന്നില്ല. അത് കണ്ട ഉടനെ തന്നെ മൈക്ക് വെളിയിലേക്ക് ഇറങ്ങി ഈ വിഞ്ചിന്റെ പ്രഷർ ഒന്ന് കൂട്ട്, അല്ലാതെ നമുക്കിത് പുറകിലേക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നാണ് മൈക്ക് പറയുന്നത്. എന്നാൽ ഗർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇതിന് പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് താങ്ങത്തില്ല, ഇത് ഉടനെ തന്നെ പൊട്ടിപ്പോകുന്നതാണ്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ അതൊന്നും മൈക്കിന്റെ തലയിലേക്ക് കയറുന്നില്ല. അവൻ ഉടനെ തന്നെ ആ വിഞ്ചിന്റെ പ്രഷർ കൂട്ടാൻ തുടങ്ങി. എന്നാൽ ഗർട്ടി ആണെങ്കിൽ ഇത് സമ്മതിക്കുന്നില്ല. മൈക്ക് ആ ലിവറിൽ പിടിക്കാൻ തുടങ്ങുമ്പോൾ ഗർട്ടി അവന്റെ കൈ തട്ടി മാറ്റുകയാണ്. ഇത് കാണുന്ന മൈക്കിനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അവൻ ഗർട്ടിയുടെ മൂന്തക്കിട്ട് ഒരു ഇടി കൊടുക്കുകയാണ്. അതിനുശേഷം അവന്റെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെടാൻ തുടങ്ങി. നിനക്കറിയോ ഗർട്ടി, നിന്റെ പ്രശ്നം എന്താന്ന്? നിന്റെ അസുഖമല്ല നിന്റെ പ്രശ്നം, നിന്റെ ആറ്റിറ്റ്യൂഡാണ്. നമ്മളെല്ലാ സ്ഥലങ്ങളിൽ നിന്നും പിരിച്ചുവിടുന്നതും നിന്റെ ഇതേ ആറ്റിറ്റ്യൂഡ് കാരണമാണ്. കാരണം നിനക്ക് ആരെയും അനുസരിക്കാൻ പറ്റത്തില്ല. നിനക്ക് തോന്നിയാലേ നീ എന്തെങ്കിലും കാര്യം ചെയ്യത്തുള്ളൂ. ഇതുപോലുള്ള ആറ്റിറ്റ്യൂഡുമായിട്ട് നീ നടക്കുകയാണെങ്കിൽ നിനക്ക് ഒരു സ്ഥലത്തും ജോലി കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനെ തട്ടിമാറ്റി മൈക്ക് ആ വിഞ്ചിന്റെ പ്രഷർ കൂട്ടാണ്. എന്നിട്ട് വേഗം തന്നെ വണ്ടിയിൽ കയറി വണ്ടി റിവേഴ്സ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ വണ്ടി അവൻ റിവേഴ്സ് എടുത്തിട്ട് ആ ഐസിൽ നിന്ന് മുകളിലേക്ക് കയറ്റി. എന്നാൽ പെട്ടെന്നാണ് ആ വിഞ്ച് അവിടെ നിന്ന് പൊട്ടിപ്പോകുന്നത്. മാത്രമല്ല ആ കണ്ടെയ്നർ ആണെങ്കിൽ വെള്ളത്തിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്തു. കണ്ടെയ്നർ താഴ്ന്നു പോയത് കാണുമ്പോൾ മൈക്ക് വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നാൽ അവൻ നോക്കുമ്പോൾ ഗർട്ടിയെ കാണുന്നില്ല. അവനും ആ വെള്ളത്തിലേക്ക് പോയി എന്ന കാര്യം മൈക്കിന് മനസ്സിലായി. മൈക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു റോപ്പ് എടുത്തിട്ട് ആ ട്രക്ക് കെട്ടി അവനും ആ വെള്ളത്തിലേക്ക് ചാടുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം മൈക്ക് താഴെ നിന്നും ഗർട്ടിയെ പൊക്കിയെടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. എന്നാൽ ഈ സമയം അവന് ബോധമില്ല. മൈക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർട്ടിയെ വേഗം വണ്ടിക്കകത്തേക്ക് കയറ്റാണ്. അതിനുശേഷം അവന്റെ നെഞ്ചിലൊക്കെ കുറെ ഇടി കൊടുക്കാൻ തുടങ്ങി. കുറെ സമയം ഇടിച്ചു കഴിയുമ്പോൾ അവന് ബോധം വരികയും ചെയ്തു. അങ്ങനെ ഗർട്ടിക്ക് ബോധം വന്നത് കാണുമ്പോഴാണ് മൈക്കിന് ശരിക്കും ഒന്ന് ആശ്വാസമാവുന്നത്. അപ്പൊ ഗർട്ടി പറഞ്ഞത് തന്നെയായിരുന്നു ശരി എന്ന കാര്യം മൈക്കിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മൈക്ക് അവന്റെ അടുത്ത് കുറെ സോറിയൊക്കെ പറയാണ്. മാത്രമല്ല മൈക്കാണെങ്കിൽ നല്ല നിരാശയിലുമാണ്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിന് നമ്മളെ വാടകയ്ക്ക് എടുത്ത ഒരാൾ തന്നെ ഈ പ്ലാനൊക്കെ ഫെയിലാക്കണം, അവൻ എന്താണ് അതിന്റെ ആവശ്യം എന്നാണ് മൈക്ക് ചോദിക്കുന്നത്. അത് ചോദിച്ചു കഴിയുമ്പോഴാണ് മൈക്കിനൊരു കാര്യം കത്തുന്നത്. ഇതെന്തായാലും ഇൻഷുറൻസിന് വേണ്ടി ചെയ്തതല്ല. നമ്മുടെ ഈ ട്രക്ക് ആ മൈൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തരുത് എന്ന് ആരോ ആഗ്രഹിക്കുന്നുണ്ട്. അവരൊപ്പിച്ച പണിയാണിത്. എന്തായാലും ഇത് വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി പൈസ കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, ഈ വെൽഹെഡ് എങ്ങനെയെങ്കിലും നമുക്ക് ആ മൈൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് മൈക്ക് വേഗം തന്നെ ആ ട്രക്ക് എടുത്തിട്ട് അവിടുന്ന് മുന്നോട്ട് പോവാണ്. ഇതേ സമയം തന്നെ ടോം ആണെങ്കിൽ ആ ട്രക്കുമായിട്ട് ഐസ് റോഡും കടന്ന് അപ്പുറത്തേക്ക് എത്തി. ഈ സമയത്താണ് GMഉം അയാളുടെ ആൾക്കാരും അങ്ങോട്ട് വരുന്നത്. അയാളെ കണ്ട ഉടനെ തന്നെ ടോം വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ടാൻഡുവിന് ബോധം വന്നിട്ടുണ്ട്. ഇപ്പൊ അവരവിടെ നിന്ന് സംസാരിക്കുന്നതൊക്കെ അവളും കേട്ടോണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇതിന്റെ മറ്റൊരു സസ്പെൻസ് റിവീൽ ആവുന്നത്. അതായത് ഈ എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ GMഉം ആ കമ്പനിയുടെ CEOയും ചേർന്നിട്ടാണ്. അതിനുവേണ്ടി ഇവർ വാടകയ്ക്ക് എടുത്താണ് ഈ ടോമിനെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവരുടെ കമ്പനി ഫിനാൻഷ്യലി നല്ല ടൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് തുക അടിച്ചെടുക്കണം. അതിനുവേണ്ടി അവർ തന്നെയാണ് ആ മൈനിലുണ്ടായിരുന്ന ചില ആൾക്കാരെ വെച്ചിട്ട് അവിടുത്തെ സെൻസറൊക്കെ ഓഫ് ആക്കിയത്. എന്നിട്ട് ആ പൊട്ടിത്തെറി അവിടെ നടത്തി. ഇനിയിപ്പോൾ ആ മൈനിലെ ആൾക്കാരെയൊക്കെ അതിനകത്തിട്ട് കൊന്നുകളയാണെങ്കിൽ ഇതൊരു നാച്ചുറൽ ഡിസാസ്റ്ററിന്റെ പേരിൽ അവർക്ക് ഇൻഷുറൻസ് കിട്ടും. അതിനുവേണ്ടി അവർ ഒപ്പിച്ച പ്ലാനാണിത്. ഇപ്പൊ ടോം അങ്ങോട്ട് ചെന്നതിന് ശേഷം മൈക്കും ഗർട്ടിയും ജിമ്മും മരിച്ച കാര്യമാണ് അയാളുടെ അടുത്ത് പറയുന്നത്. പക്ഷെ ടാൻഡ് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അവള് ബോധം കെട്ടന്റെ ട്രക്കിൽ കിടക്കുകയാണ് എന്നാണ് ടോം പറയുന്നത്. അത് കേൾക്കുമ്പോ അവളെ മാത്രം വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്യ്, ആ കാണുന്ന മലയുണ്ടല്ലോ, നീ ഈ ട്രക്ക് അങ്ങോട്ട് ഓടിച്ചു കയറ്റിയിട്ട് അവൾ ഒരു ആക്സിഡന്റിൽ പെട്ടതാണെന്നുള്ള രീതിയിൽ ട്രക്ക് മറക്കി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ തെളിവുകളും നശിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കാര്യം ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് GM അവിടുന്ന് പോവാണ്. അങ്ങനെ ടോം തിരിച്ച് ട്രക്കിലേക്ക് തന്നെ കയറി. എന്നാൽ അപ്പോഴേക്കും ടാൻഡു ആണെങ്കിൽ ബോധം കെട്ട പോലെ തന്നെ അഭിനയിച്ച് അവിടെ കിടക്കുകയാണ്. ഇതേ സമയം തന്നെ ആ മൈനിലാണെങ്കിൽ മറ്റൊരു പ്രശ്നം നടക്കുകയാണ്. അവിടെ ആളെ വെച്ചിട്ട് ആ സെൻസർ ഓഫ് ആക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ആ മാൻകിൻസും അയാളുടെ ഗ്രൂപ്പിലുള്ള ചില ആൾക്കാരുമാണ്. മാസം $100 അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് GM ഈ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിച്ചത്. ആ കാര്യമാണ് ആ മാൻകിൻസ് ഇപ്പൊ റെനയുടെ അടുത്ത് പറയുന്നത്. അതേക്കുന്ന റെനയ്ക്ക് ഒരു ഞെട്ടലായിരുന്നു. വെറും $100 വേണ്ടിയിട്ടാണോ നീ ഇത്രയും പണിയോടെ ഒപ്പിച്ചത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിരിക്കാൻ സമയമില്ല. നമ്മൾ ഏത് സമയം വേണമെങ്കിലും മരിക്കാം. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരാദ്യം മരിക്കണം എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കണം എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയത്താണ് കോടി അയാളുടെ കുത്തിനേറി പിടിക്കുന്നത്. അത് കാണുന്ന മാൻകിൻസും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ അവര് തമ്മിൽ അടികൂടുന്ന കാണുമ്പോൾ റെനെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിലുള്ള ഒരു ലൈറ്റർ എടുക്കുന്നു. അതിനുശേഷം അയാൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ ഈ ലൈറ്റർ ഇവിടെ കത്തിച്ച എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ നമ്മുടെ ശത്രുക്കളല്ല. നമ്മുടെ ശത്രുക്കൾ പുറത്തു നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എന്തു വന്നാലും നമ്മൾ ഇവിടെ നിന്ന് പുറത്ത് കിടക്കുക ചെയ്യും. അതുവരെ ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ നിന്നാ മതി എന്നാണ് റെനെ പറയുന്നത്. അയാൾ ആ ലൈറ്ററും കൈ പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ മാൻകിൻസ് പിന്നെ ഒന്നും പറയുന്നില്ല.
ഈ സമയമാകുമ്പോഴേക്കും ടോം ആണെങ്കിൽ ആ ട്രക്കുമായിട്ട് ആ മലയുടെ മുകളിലെത്തി. അവരുടെ ട്രക്കിന്റെ പുറകെ ആ GMന്റെ ബാക്കിയുള്ള ആൾക്കാരും വന്നിട്ടുണ്ട്. അവരൊരു കാറിലും 2-3 ബൈക്കിലായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ആ ബൈക്കിൽ വന്ന ആൾക്കാരെ ആ ഏരിയയിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ട് ടോം വേഗം തന്നെ ടാൻഡുവിനെ പിടിച്ച് ആ ട്രക്കിന്റെ ഡ്രൈവർ സീറ്റിലേക്ക് ഇരുത്താണ്. അതിനുശേഷം അവളുടെ മുഖത്തിന് നേരെ ഒരു ലൈറ്റർ കത്തിക്കുന്നു. അതോടുകൂടെ അവൾ കണ്ണുറക്കുകയും ചെയ്തു. എന്നാൽ അയാളുടെ പ്ലാനിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അത് ഗർട്ടിയുടെ ആ എലിയുടെ ശബ്ദമാണ്. അവന്റെ ബാഗും അതിനകത്തുണ്ടല്ലോ, പക്ഷെ അത് എലിയാണ് എന്ന കാര്യം ടോമിന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ ബാഗ് തുറന്നിട്ട് അതിനകത്തേക്ക് കൈയിട്ട് നോക്കി. പെട്ടെന്നാണ് ആ എലി അവന്റെ കൈ കയറി കടിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ടാൻഡു ആണെങ്കിൽ അവൻ ഇടിച്ച് താഴേക്കിടുകയും ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ടാൻഡു ആ ട്രക്ക് ഓടിച്ച് മുന്നോട്ട് പോവാണ്. എന്നാൽ ഈ സമയം ടോം ആണെങ്കിൽ ആ ട്രക്കിന്റെ താഴെ പിടിച്ചിട്ടുണ്ട്. അയാൾ പെട്ടെന്ന് തന്നെ ആ ട്രക്കിന്റെ പെട്രോൾ ട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. അതോടുകൂടെ പെട്രോളൊക്കെ താഴേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ആ ട്രക്ക് പോയി കഴിഞ്ഞപ്പം പുറകിൽ വരുന്ന വണ്ടിയിൽ കയറി അയാൾ ഇപ്പോൾ അവളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ പെട്രോളൊക്കെ തീർന്ന് ടാൻഡുവിന്റെ ട്രക്ക് അവിടെ സ്റ്റോപ്പായി. അതിനിടയിലാണ് ആ ടോം അങ്ങോട്ട് വരുന്നത്. ടോം അങ്ങോട്ട് വന്നു എന്ന് കാണുമ്പോൾ ടാൻഡു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ട്രക്കിന് മുന്നിലേക്ക് വന്നു. അവളുടെ കയ്യിൽ ആ തോക്കുണ്ട്. ടോം ആണെങ്കിൽ ആ ട്രക്കിന്റെ പുറകിലാണ് നിൽക്കുന്നത്. ഈ സമയം ടാൻഡു ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ടോം നിന്റെ ഉദ്ദേശം? നീ എന്തിനൊരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ടാൻഡു ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇനിയിപ്പോൾ ആകെ ബാക്കിയുള്ളത് ഒരേ ഒരു വെൽഹെഡാണ്. അതിരിക്കുന്നത് ഈ ട്രക്കിലും. ഈ ട്രക്ക് ഒരിക്കലും ആ മൈനിന്റെ അടുത്തേക്ക് എത്താൻ പാടില്ല. അതാണ് എന്റെ ഉദ്ദേശം എന്നാണ് ടോം പറയുന്നത്. അങ്ങനെ അവരത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മൈക്കിന്റെ ട്രക്ക് അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ ടോം വേഗം തന്നെ അവന്റെ വണ്ടിയിലേക്ക് കയറിയിട്ട് മൈക്കിന്റെ അടുത്തേക്ക് പോവാണ്. എന്നാൽ ഈ സമയം മൈക്കാണെങ്കിൽ നല്ല വേഗതയിലാണ് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ആ ട്രക്കുമായിട്ട് ടോമിന്റെ വണ്ടിക്ക് ഇടിക്കാൻ തുടങ്ങി. അതോടുകൂടെ ആ വണ്ടി താഴേക്ക് മറിഞ്ഞു പോവുകയും ചെയ്യുന്നു. എന്നാൽ ടോമിനൊന്നും പറ്റിയിട്ടില്ല. അവൻ വേഗം തന്നെ ആ വണ്ടിയിൽ നിന്നൊരു പെട്ടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം മുകളിലേക്ക് കയറി വന്നിട്ട് ഒരു ബൈക്കുമായിട്ട് അവിടെ നിന്ന് ഓടിച്ചു പോവാണ്. അങ്ങനെ അവൻ നേരെ വണ്ടി ഓടിച്ചു പോകുന്നത് ഇപ്പൊ ടാൻഡുവിന്റെ ട്രക്ക് നിൽക്കുന്ന ഭാഗത്തെ ഒരു വലിയ മലയുടെ മുകളിലേക്കാണ്. അതിനുശേഷം അവൻ ആ പെട്ടിയിൽ നിന്ന് കുറച്ച് ബോംബ് എടുത്തിട്ട് അവിടുത്തെ മഞ്ഞിന്റെ ഇടയിൽ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിന് തീ കൊടുക്കുകയാണ്. ഈ സമയം മൈക്കാണെങ്കിൽ അവരുടെ ട്രക്കിൽ നിന്നും കുറച്ച് പെട്രോൾ എടുത്തിട്ട് ടാൻഡുവിന്റെ ട്രക്കിലേക്ക് ഒഴിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ പൊട്ടിത്തെറി നടക്കുന്നത്. അതോടുകൂടെ ആ മലയുടെ മുകളിൽ നിന്നും മഞ്ഞ് താഴേക്ക് വീഴാണ്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം നന്നായിട്ട് അറിയാവർക്ക്. അതുകൊണ്ട് തന്നെ അവർ വേഗം തന്നെ വണ്ടി എടുത്തിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും ആ മഞ്ഞാണെങ്കിൽ മൊത്തം ഇളകി താഴേക്ക് വീണു. ഇപ്പൊ ആ മഞ്ഞൊക്കെ നേരെ വന്ന് വീണിരിക്കുന്നത് ടാൻഡുവിന്റെ ട്രക്കിന് മുകളിലേക്കാണ്. അതോടുകൂടെ അത് അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്തു. ഈ സമയം മൈക്ക് വേഗം വണ്ടി നിർത്തിയിട്ട് ടാൻഡുവിന്റെ ട്രക്കിന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ അവൻ നോക്കുമ്പോൾ ടാൻഡുവിന്റെ ദേഹത്തേക്ക് ഒരു മരക്കഷ്ണം തുളച്ചു കയറിയിരിക്കുകയാണ്. അവൻ പെട്ടെന്ന് തന്നെ അത് ഊരിയെടുത്തു. എന്നിട്ട് അവളെയും പൊക്കിയെടുത്തിട്ട് അവന്റെ വണ്ടിക്കകത്തേക്ക് വെച്ചു. ഇനിയിപ്പോൾ ആ ട്രെയിലർ അവന്റെ വണ്ടിയിൽ ഘടിപ്പിക്കുക, അതല്ലാതെ അവരുടെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗമില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ടാൻഡുവിന്റെ ട്രക്കിൽ ആ കണ്ടെയ്നർ എടുത്തിട്ട് മൈക്കിന്റെ വണ്ടിയിലേക്ക് ഘടിപ്പിക്കുകയാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ മുന്നോട്ട് ഓടിച്ചു പോകുന്നു. എന്നാൽ ഈ സമയത്താണ് ആ ടോം ടാൻഡുവിന്റെ ട്രക്കും എടുത്തിട്ട് അവരെ ഫോളോ ചെയ്ത് വരുന്നത്. മൈക്കാണെങ്കിൽ നിർത്താതെ വണ്ടി മുന്നോട്ട് തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ പോയി അവരിപ്പോൾ വീണ്ടും ആ ഐസ് റോഡിലേക്ക് പ്രവേശിച്ചു. ഈ സമയത്താണ് ടോം വന്നിട്ട് ആ ട്രക്കുമായിട്ട് മൈക്കിന്റെ ട്രക്കിനിട്ട് ഇടിക്കുന്നത്. എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറിയിട്ടും ടോം വീണ്ടും ആ ട്രക്കിനിട്ട് വന്ന് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന മൈക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർട്ടിയെ സ്റ്റിയറിംഗ് ഏൽപ്പിച്ചിട്ട് അവൻ വേഗം തന്നെ ടോമിന്റെ ട്രക്കിന്റെ അകത്തേക്ക് കയറി. അതിനുശേഷം ടോമുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ നേരം ഈ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഈ സമയം ഗർട്ടിയാണെങ്കിൽ ടാൻഡുവിനെയും കൊണ്ട് മറ്റൊരു റൂട്ടിൽ പോവാണ്. ഈ സമയവും മൈക്കും ടോമും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ടോമിനെ ഇടിച്ചു വീഴ്ത്തിയതിനു ശേഷം മൈക്ക് വളരെ വേഗത്തിൽ ആ ട്രക്ക് മുന്നോട്ട് ഓടിക്കാൻ തുടങ്ങി. നല്ല സ്പീഡിൽ പോകുന്നതുകൊണ്ട് ആ പ്രഷർ വേവ്സ് അവരുടെ മുന്നിൽ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. അത് കാണുന്ന മൈക്കാണെങ്കിൽ ആ ട്രക്കിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും ചെയ്തു. ഈ സമയത്താണ് ടോം എഴുന്നേറ്റ് വരുന്നത്. എന്നാൽ അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും അവന്റെ മുന്നിലുള്ള ആ ഐസിന്റെ പാളി മൊത്തം താർന്നു. അതോടുകൂടെ ടോമും ട്രക്കും കൂടെ ആ വെള്ളത്തിന്റെ അടിയിലേക്ക് പോവാണ്. ഇതോടുകൂടെ ടോമിന്റെ പണി തീർന്നു. ഈ സമയമാകുമ്പോഴേക്കും ഗർട്ടിയും ടാൻഡുവും ഇപ്പൊ ഒരു ബ്രിഡ്ജിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഇത്രയും വലിയ ട്രക്കിനെ ആ ബ്രിഡ്ജ് താങ്ങത്തില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് വേറൊരു വഴിയും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് അവർ ആ ബ്രിഡ്ജിലേക്ക് കയറാണ്. വളരെ കഷ്ടപ്പെട്ടാണ് അവർ ആ ബ്രിഡ്ജും ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തുന്നത്. അങ്ങനെ അവർ പുറത്തെത്തിയതും ആ ബ്രിഡ്ജാണ് ഈ തകർന്നു വീഴുകയും ചെയ്തു. അത് കണ്ട ഉടനെ തന്നെ ടാൻഡുവും ഗർട്ടിയും വേഗം തന്നെ വണ്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. ഇപ്പൊ ആ ബ്രിഡ്ജ് പൊളിഞ്ഞു വീണത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവര്. ഈ സമയത്താണ് അവരുടെ ട്രക്ക് പുറകിലേക്ക് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ ടാൻഡു എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഗർട്ടിയുടെ അടുത്ത് അവിടുത്തെ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ ആ ട്രക്കിലേക്ക് കയറുകയാണ്. അങ്ങനെ ഗർട്ടി വന്നിട്ട് ആ ഗേറ്റ് ക്ലോസ് ചെയ്തു. പക്ഷെ അതിന്റെ ലോക്ക് വീണിട്ടില്ല. അവൻ അതിന്റെ ലോക്ക് ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ടാൻഡു ആണെങ്കിൽ ആ ട്രക്ക് പുറകിലേക്ക് വരുന്നത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവളെ കൊണ്ട് സാധിക്കുന്നില്ല. അവൾ എന്തൊക്കെ കാണിച്ചിട്ടും ആ ട്രക്ക് ഇങ്ങനെ പുറകിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആ ട്രക്ക് പുറകിലേക്ക് വരുന്ന ഗർട്ടിയും കാണുന്നുണ്ട്. എന്നാൽ ഇതുവരെയായിട്ട് ആ ലോക്ക് വീഴാത്തോണ്ട് അവൻ അവിടെ തന്നെ നിന്നിട്ട് ആ ലോക്ക് ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം അവൻ ആ ലോക്ക് ഇട്ടു. എന്നാൽ അപ്പോഴേക്കും ട്രക്കാണെങ്കിൽ അവനെ ഒന്ന് ഇടിക്കുകയും ചെയ്തു. അങ്ങനെ ട്രക്ക് അവൻ ഇടിച്ചത് കാണുമ്പോൾ ടാൻഡു വേഗം ട്രക്ക് മുന്നോട്ടെടുത്തു. ഈ സമയം ഗർട്ടി ആണെങ്കിൽ താഴേക്ക് വീഴുകയും ചെയ്തു. എന്നാൽ ആ ട്രക്ക് വന്ന് ഇടിച്ചതുകൊണ്ട് അവന്റെ ശരീരം മൊത്തം ഉറങ്ങിയിട്ടുണ്ട്. അവന് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോഴേക്കും മൈക്കും അങ്ങോട്ടെത്തി. അവൻ നോക്കുമ്പോൾ അവന്റെ അനിയൻ ഇങ്ങനെ അനങ്ങാൻ വയ്യാണ്ട് കിടക്കുന്നതാണ് കാണുന്നത്.
അങ്ങനെ മരിക്കാൻ നേരത്ത് അവസാനം ഗർട്ടി മൈക്കിന്റെ അടുത്ത് പറയുന്നത് നീ എന്റെ യഥാർത്ഥ ബ്രദർ ആയിരുന്നു എന്നാണ്. അത് പറഞ്ഞോടുകൂടെ ഗർട്ടി ആണെങ്കിൽ മരിക്കുകയും ചെയ്തു. അതൊക്കെ കണ്ട് കരഞ്ഞോണ്ടിരിക്കാൻ മാത്രമേ മൈക്കിന് സാധിക്കുന്നുള്ളൂ. അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിയുമ്പോൾ മൈക്ക് ആ ട്രക്കുമായിട്ട് ആ മൈൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തി. അത് കണ്ട് അവിടുത്തെ ആൾക്കാരൊക്കെ ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ ട്രക്കിൽ നിന്നും ആ വെൽ ഹെഡ് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് അവരിപ്പം അവിടെ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഡ്രില്ലിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ മൈൻ്റെ അകത്ത് കുടുങ്ങി കിടക്കുന്ന മുഴുവൻ ആൾക്കാരെയും അവർ വെളിയിലേക്ക് ഇറക്കി. ആർക്കും അങ്ങനെ വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഈ സമയം കോടി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ടാൻഡി അവിടെ നിൽക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ അവൻ ഓടി ചെന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും മൈക്ക് അവരുടെ അടുത്തേക്ക് എത്തി. അങ്ങനെ കോടിയെ പരിചയപ്പെട്ടതിന് ശേഷം മൈക്ക് നേരെ പോകുന്നത് ആ GMന്റെ അടുത്തേക്കാണ്. ചെന്ന ഉടനെ തന്നെ അവൻ GMന്റെ മൂന്തക്കിട്ട് ഒരു ഇടി കൊടുക്കുന്നു. എന്നിട്ടാണ് അവൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 3 മാസമായി. അവന് കിട്ടിയ പൈസ വെച്ച് ഗർട്ടി ആഗ്രഹിച്ച പോലെ തന്നെ മൈക്ക് ഒരു ട്രക്ക് വാങ്ങിയിട്ടുണ്ട്. അതിപ്പോ ടാൻഡുവിനെ കാണിക്കാൻ വേണ്ടി അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അവൻ. ആ ട്രക്ക് കാണുമ്പോൾ ടാൻഡുവിന് ശരിക്കും സന്തോഷമായി. അങ്ങനെ അവളോട് കുറച്ചു നേരം നിന്ന് സംസാരിച്ചതിന് ശേഷം നമുക്ക് പിന്നീട് കാണാമെന്നും പറഞ്ഞിട്ട് മൈക്ക് ആ ട്രക്കുമായിട്ട് അവിടെ നിന്ന് പോവാണ്. അത് കണ്ട് വളരെ സന്തോഷത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവള്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.